ഇവിടെ 8:30 മണിയോടുകൂടിയാണ് ഈ കാറ് ഒരു മൈക്ര ഗോൾഡ് കളർ ആറ്റിലേക്ക് പോയി. കണ്ടു നിന്നൊരാൾ പുറകെ ചാടി രക്ഷിക്കാനൊക്കെ നോക്കി, പക്ഷേ ഒറ്റയ്ക്ക് പൊക്കാൻ കഴിഞ്ഞില്ല. ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് എത്തി. അവരുടെ ശ്രമഫലമായിട്ടാണ് കാറ് തേടി പിടിച്ച് ചില്ല് പൊട്ടിച്ച് 2 പേരെ പുറത്തെടുത്ത് 2 പേരെയും മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. എത്തുമ്പോഴേക്കും ഇവർ മരണപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതനുസരിച്ച് ഇവിടുന്ന് എടുക്കുമ്പം തന്നെ മരണപ്പെട്ട് കഴിഞ്ഞിരുന്നതാണ്. കാരണം കാറ് സെൻട്രലൈസ്ഡ് ലോക്കായിരുന്നു, പുറത്ത് കിടക്കാൻ കഴിഞ്ഞില്ല. ഫയർഫോഴ്സ് തന്നെ പൊട്ടിച്ചിട്ടാണ് 2 പേരെയും എടുത്തത്. അപ്പോൾ പിന്നെ കൂടുതൽ ആളുകളില്ല എന്നുള്ള നിഗമനത്തിലെത്തുന്നത് ഫയർഫോഴ്സിൻ്റെ ആ ഇടപെടലാണ്. അവരാണ് സെല്ല് പൊട്ടിച്ച് പുറത്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ കിട്ടിയ ഒരു ID കാർഡ് വെച്ച് മഹാരാഷ്ട്ര സ്വദേശി ഒരു സ്ത്രീയുടെ കാർഡാണ് ID കാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പുരുഷൻ ആരാണെന്നുള്ളതിന് കൂടുതൽ അത് വെച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടെത്തിക്കഴിഞ്ഞതിന് ശേഷം പോലീസ് ബാക്കി കിട്ടിയ ലഗേജും കിട്ടിയ വിവരവും വെച്ച് കൂടുതൽ അന്വേഷണം നടത്തി ഇവരുടെ യാത്രാ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കി എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലേക്ക് പോലീസ് കടന്നു. സ്ഥലത്ത് SP-യും DYSP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഫയർഫോഴ്സിലെ ടീം ആദ്യം തന്നെ വന്നിരുന്നു. അവരാണ് ആദ്യം കാറിപ്പോൾ പൊക്കിയെടുത്തത്, കരയ്ക്ക് കയറ്റി കഴിഞ്ഞു. ഇനി തുടർന്ന് ബാക്കി അന്വേഷണത്തിലൂടെ നമുക്ക് മറ്റു കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇതാണ് ഏറ്റവും അവസാനത്തെ സ്ഥിതി. കിട്ടിയ ബോഡി 2 മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലേക്ക് മാറ്റി നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഏർപ്പാട് നിർദ്ദേശിച്ചിട്ടുണ്ട്.